ഗസയിൽ ഇസ്രായേലിന്റെ പട്ടിണിക്കൊല തുടരുകയാണ്. കുഞ്ഞുങ്ങളടക്കം 10 പേർ കൂടി പട്ടിണി കാരണം മരിച്ചു. സഹായ വിതരണ കേന്ദ്രങ്ങളിലെ കൂട്ടക്കൊലയും ഇസ്രായേൽ തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈൽ വിവരങ്ങൾ നൽകും. സുഹൈൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത പലപ്പോഴും ആക്രമണത്തിൽ മരിക്കുന്നത് ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ വരി നിൽക്കുന്നവരൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള മരണം മാത്രമല്ല, പട്ടിണി ദുരിതം വലിയ രീതിയിൽ പിടിമുറുക്കിയിരിക്കുകയാണ് ഗസയെ. യൂറോപ്യൻ യൂണിയനൊക്കെ ഇക്കാര്യത്തിൽ രംഗത്തെത്തിയിരിക്കുന്നെങ്കിൽ പോലും അതിന് ഒരു പരിഹാരം ഇതുവരെ കാണുന്നില്ല. ദിവസവും കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകൾ മരിച്ചു വീഴുന്ന വാർത്തകൾ കൂടിയാണ് ഇപ്പോൾ ഗസയിൽ നിന്ന് വരുന്നതല്ലേ? തീർച്ചയായും 80 കുട്ടികൾ ഉൾപ്പെടെ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 120 കടക്കുകയാണ്. അത് ഇസ്രായേലിന്റെ പട്ടിണി കൊലയാണ് എന്ന് കൃത്യമായി UN അടക്കമുള്ള സംവിധാനങ്ങൾ രേഖപ്പെടുത്തിയിട്ടും ലോകരാജ്യങ്ങൾക്ക് ഒരു കുലുക്കവുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വടക്കൻ ഗസയിലാണ് ഈ പട്ടിണി മരണം കൂടുതലുള്ളത്. അവിടെയുള്ള ആശുപത്രികൾ മുഴുവനും ഈ പട്ടിണി കാരണം അവശരായ കുട്ടികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. കുറച്ച് കുട്ടികൾക്ക് മാത്രമാണ് ആശുപത്രികളിലേക്ക് എത്താൻ കഴിയുന്നത്. ബാക്കിയുള്ള ആളുകൾ ഈ അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ തന്നെ മരണത്തെ കാത്തു കഴിയുകയാണ്. UN വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ കണക്കുകൾ പ്രകാരം 1 ലക്ഷത്തോളം സ്ത്രീകളും കുട്ടികളും പട്ടിണി മരണത്തിന്റെ വക്കിലാണ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ WHO പറയുന്നത് മനുഷ്യനിർമ്മിതമായ ഈയൊരു കൊലപാതകം, ഈ ഒരു പട്ടിണി അത് വരും ദിവസങ്ങളിൽ രൂക്ഷമാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. 5ൽ 1 കുട്ടി എന്ന രൂപത്തിൽ ഗസയിൽ കൊല്ലപ്പെടാൻ കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഭക്ഷണവും അതേപോലെ തന്നെ വൃത്തിയുള്ള വെള്ളവും മെഡിക്കൽ സഹായവും ഇസ്രായേൽ തടഞ്ഞു വെക്കുന്നു എന്ന് മാത്രമല്ല, പിഞ്ചു കുഞ്ഞുങ്ങളുടെ ബേബി ഫുഡ് പ്രത്യേകമായി ഗസയിലേക്ക് കടത്തിവിടാതെ റഫ അതിർത്തിയിൽ കാത്തുകെട്ടി കിടക്കുന്നു. കൃത്യമായ വംശഹത്യയുടെ തെളിവാണ് എന്ന് ലോകം ചൂണ്ടിക്കാട്ടുന്ന ഇക്കാര്യങ്ങളെല്ലാം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം കുട്ടികൾക്ക് ആവശ്യമായ ഭക്ഷണ സാമഗ്രികൾ അത് ഒട്ടും ഗസയിലേക്ക് എത്തരുത് എന്ന നിർബന്ധം ഇസ്രായേൽ നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ആകെ ബാക്കിയുള്ള ആളുകൾക്ക് ഭക്ഷണം എത്തിക്കാനുള്ള സംവിധാനമായ GHF അഥവാ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ, ഈ GHFന്റെ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന ഇടങ്ങളിൽ ഇപ്പോൾ കൃത്യമായ വെടിവെപ്പുകൾ നടക്കുന്നു. 1500ഓളം പേർ ഈ സഹായ കേന്ദ്രങ്ങളിൽ മാത്രം കൊല്ലപ്പെട്ടു. 9000 ട്രക്കുകൾ ഇപ്പോഴും സഹായവുമായി ഗസ അതിർത്തിയിൽ കാത്തുകെട്ടി കിടക്കുന്നുണ്ട്. ഇത് ഒരിക്കലും ഇങ്ങോട്ട് എത്താൻ പാടില്ല എന്ന നിബന്ധനയിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത്. കാരണം UN അടക്കമുള്ള സംവിധാനങ്ങൾ അക്കൂട്ടത്തിലുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഇങ്ങോട്ട് കടത്തിവിടില്ല എന്നും ഇസ്രായേലിന്റെയും US മരണക്കെണിയായ EHF കേന്ദ്രങ്ങൾ വഴി മാത്രമേ സഹായ വിതരണം നടത്തൂ എന്നും പറയുന്നു. ഈ പട്ടിണി കാരണമുള്ള മരണത്തിന് പുറമെ ബോംബാക്രമണങ്ങളിൽ 21 ഫലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു. ഗസ സിറ്റിയിലും വടക്കൻ ഗസയിലും കുട്ടികളും സ്ത്രീകളുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അതേപോലെ തന്നെ ഗസയിലെ ഈ വാർത്തകൾ എത്തിച്ചിരുന്ന പത്രപ്രവർത്തകർ, ജേർണലിസ്റ്റുകൾ വരെ പട്ടിണി മരണത്തിന്റെ വക്കിലാണ് എന്ന് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, AFP അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ജൂലൈ 26 വരെയുള്ള കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ, ഇന്നത്തെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 80 കുട്ടികളാണ് ഈ പട്ടിണി മരണത്തിൽ ഗസയിൽ മരിച്ചിട്ടുള്ളത്. അത് സമീപകാലത്ത് ലോകത്ത് എവിടെയും നടക്കാത്ത കാര്യമാണ്. പട്ടിണി എന്ന് പറയുമ്പോൾ മനുഷ്യനിർമ്മിതമായ പട്ടിണി സമീപകാലത്തൊന്നും നടക്കാത്ത കാര്യമാണ്. തൊട്ടപ്പുറത്ത് 10 കിലോമീറ്റർ അപ്പുറത്ത് ഇവർക്ക് വേണ്ട എല്ലാ ഭക്ഷണവും വെള്ളവും സാധന സാമഗ്രികളും കാത്തുകെട്ടിക്കിടക്കുന്ന സന്ദർഭത്തിലാണ് പാവപ്പെട്ട 21 ലക്ഷം മനുഷ്യർ വിശപ്പ് സഹിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും തുടരാൻ തന്നെയാണ് സാധ്യത. കാരണം ഈ പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു അറുതി ഉണ്ടാകും എന്ന് വിചാരിച്ചിരുന്ന ഗസ വെടിനിർത്തൽ ചർച്ചകൾ മുഴുവനായും അവസാനിച്ചു. അമേരിക്കയുടെയും അതേപോലെ തന്നെ ഇസ്രായേലിന്റെയും പ്രതിനിധികൾ ദോഹയിൽ നിന്നും മടങ്ങിക്കഴിഞ്ഞു. ഇനി ഒരു വെടിനിർത്തൽ സാധ്യതകൾ ഈ അടുത്ത കാലത്തൊന്നുമില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ ഇനി എത്ര കാലം ഇങ്ങനെ എന്ന ചോദ്യം കൂടി ഇപ്പോൾ ഉയരുകയാണ് ജിൽസി. ശരി, എന്തായാലും വലിയ അനിശ്ചിതത്വം കൂടിയാണ്. മധ്യസ്ഥ ചർച്ചകളൊക്കെ വഴിമുട്ടിയിരിക്കുകയാണ്. ഗസയിൽ പട്ടിണി മരണം, പകർച്ചവ്യാധി, ഇവർക്ക് സഹായ വിതരണവുമായി വന്ന ട്രക്കുകളൊക്കെ അവിടെ കാത്തുകെട്ടി കിടക്കുമ്പോൾ പോലും അത് കടത്തിവിടാതെ വലിയ ക്രൂരത കൂടിയാണ് ഇസ്രായേൽ കാണിക്കുന്നത്. പട്ടിണി മരണങ്ങളുടെ വാർത്തകളാണ് നിരന്തരമായി ഗസയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. BK സുഹൈലാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.